1.5 മാസം ആയിരുന്നു തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വല്ലാണ്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അത് 16.5 മില്യൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഏകദേശം ഒരു 30 lakhs അടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഒരുപാട് താങ്ക്സ്. അതിനുശേഷം ഞാനൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ എന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ഓർത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാത്തത്. ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാമി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഏകദേശം ഒരു മാസം 2 മാസം 1.5 മാസം ആയിരുന്നു തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വല്ലാണ്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അത് 16.5 മില്യൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഏകദേശം ഒരു 30 lakhs അടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഒരുപാട് താങ്ക്സ്. അതിനുശേഷം ഞാനൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ എന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാത്തത്. അതുമല്ല, നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു 1 minute ആണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ ലേറ്റ് ആയത്. അതുമല്ല, വ്യൂസ് നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്നു, കമൻറ്റ്സ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1 വീക്കൊക്കെ കൊണ്ടാണ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാക്സിമം കമൻറ്റ്സ് എല്ലാം വന്നോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ചേർത്തിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം എന്താണ് ആ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ നാച്ചുറലായിട്ട് ചാർക്കോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലൊരുപാട് സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ സംശയം എന്ന് വെച്ചാൽ, ഇത് ബോയ്സിന് ഉപയോഗിക്കാവോ എന്നതായിരുന്നു ആദ്യത്തെ സംശയം. ബോയ്സിന് ഇത് ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മളിതിൽ മഞ്ഞളോ അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കഴുത്തിലോ കയ്യിലോ ഒക്കെ ഡാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ, നമുക്കിത് ഫേസിലോ നമ്മുടെ ഡാർക്ക് ഏരിയ, നമ്മുടെ നെക്കിൽ ഡാർക്ക് ഉണ്ടെങ്കിലോ കയ്യിലുണ്ടെങ്കിലോ കാലിലുണ്ടെങ്കിലോ ഒക്കെ ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്യേണ്ടതുണ്ട്. ഫേസിൽ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഉണ്ടാക്കി നോക്കിയവർക്ക് അറിയാമായിരിക്കും, ഇത് നന്നായിട്ട് തരിതരിപ്പുണ്ട്, തരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ കൈകളിലോ കാലുകളിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം മസാജ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഫേസിൽ ഒരുപാട് ഓവർ മസാജ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ പാക്ക് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ഏത് സ്കിൻ ടൈപ്പ് ആയാലും, ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും സെൻസിറ്റീവ് ആയാലും എന്ത് ടൈപ്പ് കോമ്പിനേഷൻ ആയാലും എന്ത് ടൈപ്പ് ആയാലും നിങ്ങൾ ആദ്യമേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചാർക്കോൾ ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ചാർക്കോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാർക്കോൾ ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല കഴുകി ഉണക്കി ഫ്രഷ് ആയിട്ടുള്ള ചിരട്ട എടുക്കുക, അത് കത്തിച്ചതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഒരു കലത്തിലിട്ട് വെക്കുക. അപ്പോൾ അത് തനിയെ ഇരുന്ന് കത്തും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ഒന്ന് കത്തിച്ചെടുക്കാം. നന്നായിട്ട് കത്തിക്കുക കേട്ടോ, നല്ല ഫൈനായിട്ട് കത്തിക്കുക. അതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ നല്ല കഴുകി ഉണക്കി വെച്ച ചിരട്ടയാണ് എടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഇത് കത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് ഒന്നുകിൽ അമ്മിക്കല്ലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറോ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു ഡപ്പയിൽ അടച്ച് നമ്മൾ കാറ്റൊന്നും കയറാതെ വളരെ നന്നായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യം അനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചാർക്കോൾ ഉണ്ടാക്കുന്ന രീതി.
ഇനി മറ്റ് ചില എനിക്ക് മെസ്സേജ് വന്നതായാലും കമൻസ് വന്നതായാലും ഒത്തിരി വന്നിട്ടുള്ളതായിരുന്നു. നമ്മൾ ഈ ഒരു ചാർക്കോൾ എടുക്കുന്നതിന് പകരം നമ്മൾ വീട്ടിൽ ഉമി ഉണ്ടായിരിക്കുമല്ലോ, നെല്ലൊക്കെ കുത്തിയിട്ട് അതിൻ്റെ പുറന്തോട് വെച്ചിട്ടുള്ള ഉമി, അത് ഉപയോഗിക്കാമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഈ ചാർക്കോൾ ചിരട്ട കത്തിച്ചാണ് ചാർക്കോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നന്നായിട്ടുള്ള ഇത് കേട്ടോ, നമ്മൾ ഉമി യൂസ് ചെയ്യാറില്ല. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ട് ആഫ്റ്റർ ബിഫോർ റിസൾട്ടൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ സ്ക്രീൻഷോട്ടുകളെല്ലാം ഞാനിവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട് ചെയ്ത് നോക്കി, അവർ ടാനൊക്കെ പതിയെ മാറുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു റിസൾട്ടൊന്നും ഇല്ലാന്ന്. അപ്പം നമ്മൾ ഏതൊരു പാക്ക് ചെയ്താലും എല്ലാവർക്കും ഒരേ രീതിയിൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര അധികം ബുദ്ധിമുട്ട്. പലരെയും പല ടൈപ്പ് സ്കിന്നാണല്ലോ, പല ടൈപ്പ് സ്കിന്നാണ്, പല രീതിയിലാണ് ഇത് എഫക്റ്റ് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സ്കിന്നിൽ റിസൾട്ട് കിട്ടുക എന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ കിട്ടുന്നവർ തുടർന്ന് ചെയ്യുക, കിട്ടാത്തവർ സ്റ്റോപ്പ് ചെയ്യുക. മറ്റൊരു പാക്ക് എന്താണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, മറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന കളറാണോ, ഒരു തവണ ചെയ്താൽ ഇത് ഒത്തിരി ദിവസം നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഏതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പാക്ക് ഉപയോഗിച്ചാലും നമുക്ക് കണ്ടിന്യൂസ് ആ നിറം നിൽക്കില്ല. നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പോൾ വീക്കിൽ 2 തവണയോ 3 തവണയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാം. നമ്മൾക്ക് ഒരു കാര്യം, ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ ഫേസിൽ ടാനാണ് ഉണ്ടാകുന്നത്. ടാൻ മാറാനാണ് നമ്മൾ ഇതുപോലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാൻ മാറും, നമ്മുടെ ചെയ്യുമ്പോൾ പതിയെ ടാൻ മാറും. ടാൻ മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെയും വെയിലടിക്കുകയാണ്, വീണ്ടും ടാൻ വരികയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ എന്ത് പറ്റും എന്ന് വെച്ചാൽ ആ പോയ ടാൻ പിന്നെയും വരും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് പതിയെ ഡാർക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ എന്തായാലും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാലേ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ വെയിറ്റ് നമ്മൾ ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതങ്ങ് കുറച്ചുകൊണ്ട് വരും എന്തെങ്കിലുമൊക്കെ ചെയ്തത്. പിന്നെയും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വെയിറ്റ് ഗെയിൻ തന്നെ ചെയ്യും. അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ തവണയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചെയ്തിട്ട് ഇനി മതി എന്ന് പറഞ്ഞ് നിർത്തിപ്പോയാൽ പിന്നെയും ഈ ടാനൊക്കെ തിരിച്ചു വന്നിട്ട് പിന്നെയും നമ്മുടെ സ്കിന്ന് പഴയ രീതിയിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാക്സിമം ആ ഒരു ക്ലാരിഫൈ നിങ്ങൾക്ക് ചെയ്ത് തരാനുള്ളത്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്ക് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് കുറേ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു. ഞാൻ മാക്സിമം കുറേ കമൻറ്റ്സിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊരു 2000-3000 പുറത്ത് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും എനിക്ക് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ചെയ്തു. പക്ഷേ കുറേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ കുറേ കമൻറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്ന കമൻസിന് ഫുള്ള് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ തരാൻ പറ്റാത്തവർക്കും ഉള്ള ഒരുവിധം നിങ്ങളെ സംശയങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.